ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൺസ്ക്രീനുകളെ പറ്റിയിട്ടാണ്. പക്ഷെ ബേസിക് സൺസ്ക്രീനുകളെ പറ്റിയിട്ട് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത് എപ്പോഴൊക്കെ സൺസ്ക്രീൻ ഉപയോഗിക്കണം, എല്ലാ ദിവസവും സൺസ്ക്രീൻ യൂസ് ചെയ്യണം, സൺസ്ക്രീൻ യൂസ് ചെയ്ത വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുമോ, അതുപോലെ തന്നെ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ സൺസ്ക്രീൻ പണ്ടൊന്നും യൂസ് ചെയ്യാറില്ല, ഇപ്പൊ എന്തുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയി എന്നുള്ളതിനെയൊക്കെ പറ്റിയിട്ടാണ്. അതിന് മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയത് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. സോ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഡിസ്ക്ലെയിമർ പറയാം. ഇടയ്ക്ക് ഞാൻ പറയുന്നതിന്റെ സ്പീഡ് കൂടുകയോ സ്പീഡ് കുറയുകയോ ഒക്കെ ചെയ്യും. എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല അലർജിക് റിയാക്ഷൻ ആയിട്ട് ഇരിക്കണം, അത് കണ്ണിങ്ങനെയും മൂക്കിങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ഫസ്റ്റ്ലി തന്നെ സോറി. ഇനി നമുക്ക് വീഡിയോയിലോട്ട് ഇടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഡെയിലി സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീൻ ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നിങ്ങളോട് ഇടാൻ പറഞ്ഞ ആൾ ഞാനായിരിക്കും. അതേ ഞാൻ തന്നെ പറയുന്നു, ഡെയിലി സൺസ്ക്രീൻ ഇടണ്ട. പക്ഷെ എപ്പോഴൊക്കെയാണ് ആ സിറ്റുവേഷൻ വരുന്നതെന്ന് നമ്മൾ അറിയണ്ടേ? കാരണം എന്നും ഇടണ്ട, പക്ഷെ എപ്പോഴൊക്കെയാണ് ആ സിറ്റുവേഷൻ വരുന്നത്, എന്തുകൊണ്ടാണ് ചില സമയങ്ങൾ നമ്മൾ ഡെയിലി ഇടണം എന്ന് പറയുന്നത്, പിന്നെ നീ എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടാത്ത സിറ്റുവേഷൻ എപ്പോഴൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ UV ഇൻഡെക്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിന്റെ സൈക്കിള് 3യുടെ താഴെയാണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ ഇടേണ്ട ആവശ്യമില്ല. ഇത് കൂടുതലും പറയുന്നത് നമ്മൾ മോർണിംഗിൽ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾ 10 മണിക്ക് ശേഷം സൺസ്ക്രീൻ ഇടുക, അല്ലെങ്കിൽ 9 മണിക്ക് ശേഷമൊക്കെ ഇടുക എന്ന് പറയുന്നതിന്റെ റീസൺ ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇരുണ്ടിരിക്കുന്ന ഒരു റൂമിലാണെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ്റെ ആവശ്യമില്ല, കാരണം ആ സ്ഥലത്തോട് സൺറൈസ് എത്തുന്നില്ല. പക്ഷെ നിങ്ങൾ വീട്ടിനകത്താണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് ചുറ്റും വിൻഡോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ്റെ ആവശ്യമില്ല, കാരണം ഈ സൺറൈസ് നമ്മുടെ ഫേസിലോട്ട് അടിക്കുന്നു. ഇനി ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ, അതിന് മുന്നേ എന്താണ് UV ഇൻഡെക്സ് എന്ന് വെച്ചാൽ അൾട്രാ വയലറ്റ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ലോകത്തെ കുറച്ച് കാര്യങ്ങളിലെ ലോകത്തിലെ എല്ലാ നേതാക്കളും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ഒന്നിച്ച് ഓക്കെ ഫൈൻ ഇത് ശരിയാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാണ് ഈ ഒരു UV ഇൻഡെക്സിന്റെ റീസൈക്കിൾ. ഇനി അടുത്ത ചോദ്യം, ടിപ്പിക്കൽ ക്ലാസിക് ക്വസ്റ്റ്യൻ. പണ്ടത്തെ കാലത്തില്ലായിരുന്നു, ഇപ്പൊ എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത്. ഈ 2014 ശേഷം 2022 വരെയുള്ള ഒരു 18-14 ഇയേഴ്സിന്റെ കൗണ്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് സ്റ്റഡീസ് പ്രൂവ് ചെയ്താണ് നമ്മുടെ ആവറേജ് UV ഇൻഡെക്സ് ഒരുപാട് ഇൻക്രീസ് ആയി. ഒരു 2.5% കൂടുതലായിട്ടുണ്ട്. അതായത് ടിപ്പിക്കലി നമ്മുടെ UV ഇൻഡെക്സ് 1 to 5 വരുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഏർലി 90s മൊത്തത്തിൽ ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ ഏർലി 90s ഈ ഒരു ആവറേജ് ഇൻഡെക്സ് 3യുടെ താഴെയായിരുന്നു. പക്ഷെ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ലോകത്ത് തന്നെ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഒരുപാട് ടെമ്പറേച്ചർ ചേഞ്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ UV റേസിന് ഇൻഡെക്സും 3യുടെ മുകളിലോട്ടായി. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർക്ക് സൺസ്ക്രീൻ വേണ്ടാത്തത്, ഇപ്പോഴത്തെ ആൾക്കാർക്ക് സൺസ്ക്രീൻ വേണമെന്നുള്ളത്. അതായത് കാലം മാറുന്നതിനോടൊപ്പം നമ്മുടെ അന്തരീക്ഷങ്ങളിൽ ഒരുപാട് ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പ്രൊട്ടക്ഷന്റെ ആവശ്യം ഉണ്ടായിട്ട് വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പം COPD എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ ഈ സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ആൾക്കാർക്ക് ചുമയ്ക്കുന്ന ഒരു അസുഖമാണ് ഇത്, COPD. ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്ന ആണുങ്ങൾക്കാണെങ്കിലും സിഗരറ്റ് വലിക്കുന്ന ആണുങ്ങൾക്കാണെങ്കിലും ഇത് സ്ത്രീകളിലും കാണാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകൾക്കൊന്ന് പരിഷ്കാരം, ഒന്നുകിൽ അത് നമ്മുടെ എന്താ പറയുന്നത്, ഒരാൾ സിഗരറ്റ് വലിച്ചിട്ട് വിടുന്ന പുക മറ്റൊരാൾ വലിക്കുന്നോണ്ടായിരിക്കും. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെ, കാരണം അങ്ങനെ അല്ലാത്ത സ്ത്രീകൾക്ക്, വീട്ടിൽ സ്മോക്കേഴ്സ് ഇല്ലാത്ത സ്ത്രീകൾക്ക് പോലും ഇങ്ങനെ വരുന്നുണ്ട്. എന്തുകൊണ്ട്? പണ്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത് അടുപ്പല്ലേ, ഈ അടുപ്പിൽ പുകയിടുമ്പോൾ നമ്മൾ കത്തിച്ചിട്ടാണ് നമ്മൾ ഊതാറുണ്ട്. അപ്പൊ എന്തെങ്കിലും കത്തിച്ചിട്ട് ഊതുമ്പോൾ വരുന്ന ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ശ്വസിക്കും. ഇത് നമ്മുടെ ലങ്സിൽ പോയിട്ട് കട്ടിയായിട്ട് ഇരുന്നിട്ട് അത് കാരണം നമുക്ക് ഈ ഒരു ചുമ വരാറുണ്ട്. അതാണ് ഈ ചിലപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ അമ്മമാർക്ക് പെട്ടെന്ന് ചുമ വരുന്നതിന്റെ റീസൺ ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഗ്യാസ് അടുപ്പിലോട്ടൊക്കെ മാറിയപ്പോൾ ഒരു പരിധിവരെ ഈ ഒരു സംഭവം മാറി തുടങ്ങിയത്. അപ്പൊ അത് കാലഘട്ടം നമുക്ക് പ്രൊട്ടക്ഷന് വേണ്ടി സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ചേഞ്ച് ഒക്കെ വരുന്നത്. അപ്പൊ നമ്മൾ ലൈഫ് സ്റ്റൈൽ അതനുസരിച്ച് ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനത്തെ പണ്ട് നമുക്ക് ഉണ്ടായ കുറെ റെസ്ട്രിക്ഷൻസ് മാറ്റിയെടുക്കാൻ ഇപ്പൊ പറ്റും. അതുപോലെയാണ് സണ്ണിൽ നിന്ന് വരുന്ന UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് സൺസ്ക്രീൻ ഉണ്ട്, സൺസ്ക്രീൻ യൂസ് ചെയ്യാം. പണ്ട് യൂസ് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് ഇപ്പൊ യൂസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യവും ഇല്ല. ഇനി എന്താണ് UV സൈക്കിൾ ഇൻഡെക്സ് എന്ന് നോക്കാം. UV ഇൻഡെക്സിലോട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് അൾട്രാ വയലറ്റ് റേസിൽ വരുന്നതിന്റെ കാൽക്കുലേഷൻ ആണ് നമ്മൾ UV ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് UVA വരും, UVB വരും. ചില ആൾക്കാർ തെറ്റിദ്ധരിക്കും UV ഇൻഡെക്സിൽ UVB മാത്രമേ വരുള്ളൂ എന്നില്ല, UVA UVB വരും. ഇത് ആക്ച്വലി 10 നമ്പർ സൈക്കിളാണ്, 1 to 10 വരെയാണ്. ഇതിനകത്ത് 1, 2 ഒക്കെ അല്ലെങ്കിൽ 3 വരെയാണെങ്കിൽ 1 to 2 ആണെങ്കിൽ മൈൽഡ് കുഴപ്പമില്ല, 3 to 5 മോഡറേറ്റ്. ഈ 3 to 5 പ്രസന്റ് കറന്റ്ലി
ഇപ്പൊ റിസർച്ച് നടക്കുന്നില്ല. എന്നാലും പ്രസന്റ്ലി നമ്മൾ 2022 വരെ നമ്മൾ 3 to 5 കിടക്കുന്നത്. പിന്നെ അതനുസരിച്ച് കൂടിക്കൊണ്ട് വരും. ഈ ഒരു ഇൻഡെക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് കൊണ്ടാണ് നമ്മുടെ സ്കിന്നിനും പുറത്തുള്ള ആൾക്കാരുടെ സ്കിന്നിനും അത്രയും സൺഡ് പ്രോബ്ലംസ് ഉണ്ടാവാത്തത്, ചേഞ്ചസ് വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പണ്ട് നമ്മളൊരു ട്രക്കിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടാണ്. അതായത് ട്രക്ക് ഡ്രൈവർ കണ്ടിന്യൂസ് ഒരു സ്പേസിലോട്ട് പോകുമ്പോൾ അയാളുടെ ഈ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ സൺറൈസ് അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാണ് കൂടുതൽ ഏജിങ് പ്രോസസ്സ് കാണിക്കുന്നത്. പക്ഷെ ഇന്ത്യക്കാർക്ക് അത് വരത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി നമ്മുടെ UV ഇൻഡെക്സിൽ ഉണ്ടാകുന്ന ആ ഒരു ചേഞ്ച് ആണ്. പക്ഷെ എന്നാലും മൈൽഡ് ആയിട്ട് നമ്മുടെ ഈ അങ്ങനെ ട്രക്ക് അല്ലെങ്കിൽ ബസ് ഒക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ചേഞ്ച് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് അത്ര ഇൻഡെക്സില്ല, നമുക്ക് 3 to 5 നിൽക്കുന്നുള്ളൂ. അതും ഈ ഒരു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ 2002 ശേഷമാണ് ഈ ഒരു സൺസ്ക്രീനെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചു തുടങ്ങിയത്. ഈ റിസർച്ച് പുറത്ത് വന്നതിനൊക്കെ ശേഷമാണ് ഈ സൺസ്ക്രീനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ തുടങ്ങിയത്. ബാക്ക് ടു ദി ടോപ്പിക്. അതിന് മുന്നേ സൺസ്ക്രീൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര്, ഞാൻ ഉൾപ്പെടെ 2015 തൊട്ടൊക്കെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ്, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട്. അപ്പൊ അത് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ അന്ന് തൊട്ടേ സൺസ്ക്രീൻ പണ്ട് തൊട്ടേ ഉണ്ട്. പക്ഷെ അതൊരു ഹോട്ട് ടോപ്പിക് ആവാൻ റീസൺ കൊറോണയുടെ സമയത്ത് സൺസ്ക്രീനെ പറ്റിയുള്ള ഇമ്പോർട്ടൻസ് മാർക്കറ്റിംഗ് എല്ലാവർക്കും വന്നപ്പോഴത്തേക്കാണ് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്, നമ്മളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പൊ 2003 ശേഷം പ്രോപ്പറായിട്ട് എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഒരുവിധം പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയത് 2003 ശേഷം. അതിനുള്ള മെയിൻ റീസൺ നമ്മുടെ UV ഇൻഡെക്സിൽ ഉണ്ടായ ചേഞ്ചസ് കൊണ്ട് തന്നെയാണ്. ഇനി പണ്ട് യൂസ് ചെയ്യുന്നില്ല, ഇപ്പൊ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം വേണ്ട. അപ്പൊ സൈക്കിളിന്റെ കാര്യം മനസ്സിലായല്ലോ, സ്കെയിലിന്റെ കാര്യം മനസ്സിലായല്ലോ, 1 to 10. അപ്പൊ നമ്മൾ 3 to 5 കിടക്കുന്നുണ്ട്. നമുക്ക് അത്ര വലിയ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. പക്ഷെ ഈ പോക്കാണ് നമ്മുടെ കാലാവസ്ഥ പോകണമെങ്കിൽ എല്ലാവർക്കും സൺസ്ക്രീൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. ഇനി UVBയും UVAയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? UVA റേസ് ആണ് നമുക്ക് കൂടുതലും ടാനിങ് തരുന്നത്. UVB റേസ് ആണ് നമുക്ക് സ്കിൻ ബേൺ തരുന്നത്, സൂര്യാഘാതം തരുന്നത്. രണ്ട് പ്രശ്നമാണെങ്കിലും പെട്ടെന്നുള്ള ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ് നമുക്ക് തരുന്നത് ബേൺ ആണ്. കാരണം നമ്മളിപ്പോ ടാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഒരു പുറത്ത് പോയിട്ട് വരുമ്പോൾ ഒരു കരുവാളിപ്പ് ആണ്, അത് ചിലപ്പോൾ ഫേസ് വാഷ് ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് പോകും. അത് ലോങ് പ്രോസസ്സിൽ പ്രശ്നമാണെങ്കിലും നമ്മൾ പെട്ടെന്നൊരു സൺ ഡാമേജ് ഉണ്ടാക്കുന്നത് ഈ UVB റേസ് ആണ്. അതാണ് ബേൺ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് അത് എല്ലാവരും പെട്ടെന്ന് കുറച്ചുകൂടെ ഹാംഫുൾ ആയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഈ UV ഇൻഡെക്സ് അതിലായിട്ടാണ് ബന്ധപ്പെട്ടതെന്ന്. അല്ല, അത്രയുള്ള ചേഞ്ചസ് UVAയും UVBയും തമ്മിൽ അത് വളരെ വലിയ ചേഞ്ച് ആണ്. ഇനി ഇത് നിങ്ങളുടെ സൺസ്ക്രീൻ ഉള്ളപ്പോഴാണ് ആ സൺസ്ക്രീൻ നമ്മൾ ബോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ UV ഇൻഡെക്സ് എന്താന്ന് പറഞ്ഞു, എത്രയാണ് നമ്മൾ ഈ ഒരു പ്രശ്നം, ഈ നമ്മുടെ കേരളത്തിലെ റേഞ്ച് എന്ന് പറഞ്ഞു, UVAയും UVBയും തമ്മിലുള്ള വ്യത്യാസം, എന്തുകൊണ്ടാണ് UVB ആൾക്കാരെ എംഫസൈസ് ചെയ്ത് പറയുന്നതെന്നും പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സൺസ്ക്രീൻ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കും? തീരും ഞാൻ സൺസ്ക്രീനിന്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ വരുന്ന നല്ല അസല് കമന്റ് ആണ്, സൺസ്ക്രീൻ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാക്കും. ഇല്ല. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റഡി ചെയ്യുമ്പോൾ 2 ടൈപ്പ് സ്റ്റഡി ചെയ്യും. എക്സ്പെരിമെന്റൽ സ്റ്റഡിയും ചെയ്യും, റിയൽ വേൾഡ് സ്റ്റഡിയും ചെയ്യും. എക്സ്പെരിമെന്റൽ സ്റ്റഡീസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന UV റേസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യലി മെയ്ഡഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. റിയൽ വേൾഡ് ചെയ്യുന്നത് നമ്മൾ റിയൽ സൺറൈസിൽ നിന്നായിരിക്കും. അപ്പൊ ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്തപ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ UVB വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാക്കി. പക്ഷെ നമ്മൾ റിയൽ വേൾഡിലോട്ട് പോകുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ഉണ്ടാവാൻ പോണില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ, എത്ര പേര് സൺസ്ക്രീൻ നാട്ടിൽ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? അതിൽ എത്ര പേർക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ട്? സൺസ്ക്രീൻ യൂസ് ചെയ്തില്ലെങ്കിൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ വെയിൽ കൊണ്ടില്ലെങ്കിൽ വരും. പിന്നെ നമ്മൾ ഒരു 2-3 മണിക്കൂർ വെയിലത്തിറങ്ങി നിൽക്കണ്ട, നമുക്ക് ആവശ്യത്തിനുള്ള വിറ്റാമിൻ സി ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. 4 to 15 മിനിറ്റ്സ് മാക്സിമം നമ്മൾ സ്പെൻഡ് ചെയ്താൽ തന്നെ ഇനഫ് സൺസ്ക്രീൻ നമ്മുടെ വിറ്റാമിൻ ഡി നമുക്ക് സ്കിന്നിലോട്ട് അബ്സോർബ് ചെയ്യും. കുഞ്ഞുങ്ങളെ വെയിൽ കഴിക്കാൻ നമ്മൾ 1/2 മണിക്കൂറും 1 മണിക്കൂറും നിർത്താൻ പറയത്തില്ല, 15 മിനിറ്റ് മാക്സിമം നിർത്താനല്ലേ പറയുള്ളൂ. അതിന്റെ റീസൺ ഇതാണ്, 4 to 15 മിനിറ്റ്സ് മതി മാക്സിമം നമുക്ക് ശരീരത്തിൽ സൺറൈസ് വിറ്റാമിൻ ഡി ഈ ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് വിറ്റാമിൻ ഡി പിടിച്ചെടുക്കാനായിട്ട്. സോ അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരാനായിട്ട് പോണില്ല. അത് നിങ്ങൾക്ക് രാവിലെ 9 മണിക്ക് മുന്നേ ഒക്കെ ഒന്ന് വെയിലത്തോട്ടൊക്കെ ഇറങ്ങാം, അതല്ലെങ്കിൽ 5 മണിക്ക് മുന്നേ ശേഷം നമുക്ക് വെയിലത്തിറങ്ങുമ്പോൾ ആ ഒരു സംഭവം നടക്കും, അത് പ്രശ്നമില്ല. കാരണം UV ഇൻഡെക്സിലെ പ്രശ്നം വരുന്നത് ഈ ഒരു 9 to 5 ഇടയിലുള്ള സൺറൈസിലാണ് UV ഇൻഡെക്സ് 5 and above അല്ലെങ്കിൽ 3 and above പോകുന്നത്. അതിന് ശേഷമുള്ള സണ്ണോ അതിന് മുന്നേയുള്ള സണ്ണോ കൊണ്ടു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് രാവിലെ 9 മണിക്ക് മുന്നേ സമയമുണ്ടല്ലോ, 8 മണി തൊട്ട് അല്ലെങ്കിൽ നമുക്ക് സൺറൈസ് കൊണ്ടല്ലോ.
അതുപോലെ 5 മണിക്ക് ശേഷം ഒരു 6 മണി വരെ എന്തായാലും നമ്മുടെ പുറത്തുണ്ടല്ലോ, അത് കൊണ്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഈ സൺസ്ക്രീൻ ഇട്ടിട്ട് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നു എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്താണ് ഞാനിത് പറയുന്നത്. സോ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ഒരിക്കലും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവത്തില്ല. ഇതിപ്പോ ഞാൻ കുറെ മിത്തുകളും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേന്ന് വെച്ചാൽ സൺസ്ക്രീൻ കേരളത്തിൽ ആവശ്യമാണ്, ഡെഫിനറ്റ്ലി ആവശ്യമാണ്. നമ്മുടെ ഇൻഡെക്സ് 1 to 5 നിൽക്കാണ്. 3 to above ഉള്ള എല്ലാ സ്ഥലങ്ങളിലും സൺസ്ക്രീൻ വേണം. രണ്ടാമത്താണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഒരിക്കലും സൺസ്ക്രീൻ കാരണം ഉണ്ടാവത്തില്ല. അതല്ലാണ്ട് തന്നെയാണ് നമ്മൾ ശരീരത്തിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പോസ്റ്റ് കൊറോണ ടൈമിൽ, സോ ഇപ്പൊ പോസ്റ്റ് കൊറോണ ടൈമിൽ ഒരുപാട് പേർക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വരുന്നുണ്ട്. അതിന് നിങ്ങളൊരു 4-5 മിനിറ്റ് ഈ രാവിലത്തെ തിരക്കും ബഹളമൊന്നും ഇല്ലാത്തപ്പോഴും, അല്ലെങ്കിൽ വൈകിട്ടത്തെ തിരക്കും ബഹളത്തിന് ശേഷവും വെയിൽ കാഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അതും അവിടെ ബ്രേക്കായി. ഇനി ഈ 2 കാര്യങ്ങൾ പറയത്തില്ലല്ലോ. അടുത്തതാണ് എങ്ങനെയാണ് നമ്മൾ ഈ യു വി ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഒന്നും ചെയ്യണം, ഫോണിൽ എടുത്തിട്ട് നോക്കിയാൽ മതി. ഇന്ന് എന്റെ സ്ഥലത്ത് യു വി ഇൻഡെക്സ് ഏതാണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അവർ പറഞ്ഞു തരും. അപ്പൊ അന്നത്തെ യു വി ഇൻഡെക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് സൺസ്ക്രീൻ ഇട്ടാലും മതി. അപ്പൊ അതും ബ്രേക്കായി. ഇനി അടുത്ത ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, ചേച്ചി സൺസ്ക്രീൻ ഇട്ടാൽ ഞാൻ കറുക്കുന്നു, എന്തുകൊണ്ട്? സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നെ ഡാർക്ക് ആക്കാൻ ഒരുപാട് റീസൺ ഉണ്ട്. ഒന്നാമത്തത് ഇനഫ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തത്. ഇപ്പോ ഒരു 2 ഫിംഗർ റൂൾ 3 ഫിംഗർ റൂളൊന്നും അല്ലാണ്ട് നിങ്ങൾ ജസ്റ്റ് പീസ് സൈസ് ഒരു ചെറിയ മോയ്സ്ചറൈസർ ഇടുന്ന ലെവലിൽ സൺസ്ക്രീൻ ഇട്ടാൽ സൺ പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. അപ്പൊ സൺസ്ക്രീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ, നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ അല്ല നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ ഉപയോഗം വരത്തില്ല. കാര്യം എന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ്, നിങ്ങളൊരു അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണ്, നിങ്ങൾ നല്ല ക്രീമി ടെക്സ്ചറുള്ള സൺസ്ക്രീൻ, അതായത് നമുക്ക് തൊടുമ്പോൾ തന്നെ സ്റ്റിക്കിനെസ് ഒക്കെ തോന്നുന്ന സൺസ്ക്രീൻ അല്ലെങ്കിൽ ഹെവിനെസ് തോന്നുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓയിൽനെസ് കാരണം സ്കിൻ ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതല്ല നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ്, നിങ്ങളൊരു മാറ്റ് ഫിനിഷ് സൺസ്ക്രീൻ ഇട്ടാൽ നിങ്ങളുടെ സ്കിന്നിനെ അതൊന്ന് ഡള്ളാക്കും. അല്ലെങ്കിൽ ജെൽ ടൈപ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അതൊരു നിങ്ങളുടെ സ്കിന്നിനെ ഡള്ളാക്കും. അത് കാരണം നിങ്ങൾക്ക് ആ ഒരു ഡാർക്ക്നെസ് ഫീൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൽ സിങ്ക് ഓക്സൈഡോ ടൈറ്റാനിയം ഡൈ ഓക്സൈഡോ ഉണ്ടെങ്കിൽ, ഇത് വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യാൻ ഏറ്റവും നല്ല എലമെന്റ് ആണ് സിങ്കും ടൈറ്റാനിയം ഡൈ ഓക്സൈഡും. അപ്പൊ അത് കാരണം കുറച്ച് ഡാർക്കർ ഷെയ്ഡിലുള്ള ആൾക്കാർക്ക് ഇത് ഡാർക്ക് ആയിട്ട് തോന്നും. പിന്നെ ഡെഫിനറ്റ്ലി കെമിക്കൽ സൺസ്ക്രീനുകൾക്ക് കുറച്ച് എക്സോതെർമിക് റിയാക്ഷൻ ഉണ്ട്. അതായത് ഇത് അപ്ലൈ ചെയ്ത് ഒരുപാട് വെയിലടിക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ചൂടായിട്ട് നമ്മുടെ എന്ന് വെച്ചാൽ ഹെവി തിക്നെസ് എല്ലാവർക്കും വരുന്നത് നമ്മുടെ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് കാരണം ഇതൊന്ന് വിയർക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു എക്സോതെർമിക് റിയാക്ഷൻ കാരണം നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യും. അത് കാരണം നമ്മുടെ സൺസ്ക്രീൻ ഒലിച്ചു പോവുകയും നമുക്ക് സൺ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രോപ്പർ സൺസ്ക്രീൻ സെലക്ട് ചെയ്യാത്തത്, പ്രോപ്പർ ടെക്നിക്കൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാത്തത്, യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൽ സിങ്ക് ഓക്സൈഡോ ടൈറ്റാനിയം ഡൈ ഓക്സൈഡോ ഉള്ളത്, പിന്നെ വിറ്റാമിൻ സി ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. വിറ്റാമിൻ സി സ്കിൻ ബ്രൈറ്റ്നസിന് നല്ലതാണ് എങ്കിൽ പോലും ചില സമയത്ത് സൺസ്ക്രീൻ ഫിൽറ്റേഴ്സിന്റെ കൂടെ വിറ്റാമിൻ സി ഇടുമ്പോൾ ഇത് പെട്ടെന്ന് ഓക്സിഡൈസ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഓക്സിഡൈസേഷൻ കാരണം നമ്മുടെ സ്കിൻ ഡാർക്ക് ആവാനും, അപ്പൊ ഇത്രയും റീസൺസ് കാരണം മെയിൻലി നമ്മൾ സൺസ്ക്രീൻ നമ്മളെ ഡാർക്ക് ആക്കുന്നത്. എന്ത് ചെയ്യുക? ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിലോട്ട് പോവുക. സിങ്ക് ഓക്സൈഡോ ടൈറ്റാനിയം ഡൈ ഓക്സൈഡോ ഹൈ കോൺസെൻട്രേഷനിലുള്ളതാണോ ശ്രദ്ധിക്കുക. ഫിൽറ്റേഴ്സിന്റെ ഫോമിൽ അത് നിങ്ങൾക്ക് വൈറ്റ് കാസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. രണ്ടാമത്തത് 2 ഫിംഗർ റൂളിൽ മസ്റ്റായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. പിന്നെ സൺസ്ക്രീൻ ഒരിക്കലും ഫുഡ് പ്രൂഫ് അല്ല, 98% മാക്സിമം പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ ഒരുപാട് നേരം സണ്ണിന്റെ പുറത്ത് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ രാവിലെ കോളേജിലോ എവിടെയെങ്കിലും പോയി എന്നിട്ട് നിങ്ങൾ 2 മണിക്കൊക്കെ പുറത്തിറങ്ങി നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ നന്നായിട്ട് വെയിൽ കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ റീഅപ്ലിക്കേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കറക്കും. അപ്പം റീഅപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഫുൾ പ്രൂഫ് അല്ല. പുറത്തോട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ കോളേജിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ ജസ്റ്റ് സൺസ്ക്രീൻ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ചിട്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വിറ്റാമിൻസ് ഇല്ലാത്ത സൺസ്ക്രീൻസ് ഒക്കെ എടുക്കുക. സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് സൺസ്ക്രീൻ ഉണ്ടാവുന്ന ഡാർക്ക്നെസ് അവോയ്ഡ് ചെയ്യാം. പിന്നെ എന്തുകൊണ്ട് സൺസ്ക്രീൻ നമുക്ക് ആക്നെ ഉണ്ടാക്കുന്നു? നേരത്തെ പറഞ്ഞതിന്റെ ഒരു റീസൺ അതിനകത്ത് നിങ്ങൾ ഓയിലി ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ നല്ല ക്രീമി തിക് ടെക്സ്ചറിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഡാർക്ക് ആക്കും. രണ്ടാമത്, നിങ്ങൾ വാട്ടർ റെസിസ്റ്റന്റ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്ലെയിൻ ഫേസ് വാഷ് കൊണ്ട് അത് കഴുകി കളഞ്ഞാൽ ഒരിക്കലും പോകത്തില്ല. ഡെഫിനറ്റ്ലി ഡബിൾ ക്ലെൻസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ പ്രോപ്പർ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഡബിൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് വെറ്റ് വൈപ്സ് കൊണ്ടൊന്ന് റിമൂവ് ചെയ്യാൻ നിൽക്കരുത്. കറക്റ്റ് ക്ലെൻസിങ് ബാമോ ക്ലെൻസിങ് ഓയിലോ കൊണ്ട് തന്നെ റിമൂവ് ചെയ്ത് നിങ്ങളുടെ നോർമൽ ഫേസ് വാഷ് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ സൺസ്ക്രീൻ ഒക്കെ ഇടുന്നതാണ് പ്രോപ്പറായിട്ട് ക്ലെൻസ് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആക്നെ ബ്രേക്ക്ഔട്ട്സ് വരും. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ കാരണം ഡാർക്ക്നെസ്സോ പിമ്പിൾസ് മാർക്സോ ഉണ്ടാവാനായിട്ട് പോണില്ല. യു വി റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ മാത്രം മതി പോരാ. സൺസ്ക്രീൻ ഇട്ടാലും നിങ്ങൾ നല്ല എക്സ്പോസ്ഡ് ഏരിയയിൽ നിൽക്കുകയാണെങ്കിൽ ക്യാപ്പ്, അതുപോലെ തന്നെ നമ്മൾക്ക് കണ്ണിന്റെ ഇടയിൽ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് കൂടുതലാണ്. ഐ പ്രൊട്ടക്ഷൻ ഒരുപാട് നേരം നിൽക്കുകയാണെങ്കിൽ ബീച്ചിലൊക്കെ പോകണമെങ്കിൽ ഐ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക. അംബർലാസ് യൂസ് ചെയ്യുക. പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ മറ്റേ ജാക്കറ്റില്ലേ, യു വി ജാക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, അതൊക്കെ യൂസ് ചെയ്യുക. ഫുൾ കൈ ഡ്രസ്സ്, ഒരുപാട് എക്സ്പോഷർ ഉള്ള സ്ഥലത്ത് വേണമെങ്കിൽ ഫുൾ കൈ ഡ്രസ്സസ് കിട്ടും. അതിൽ നമ്മുടെ ഹാൻഡ് ഗ്ലൗ ഇട്ടില്ലേ സൺ പ്രൊട്ടക്ഷൻ, അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു
ഫുൾ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഇതൊക്കെ യൂസ് ചെയ്യാം. കാരണം ഫിസിക്കൽ പ്രൊട്ടക്ഷൻ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വളരെ ആവശ്യമാണ്. സൺ അഴുക്കുക എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ സണ്ണിൽ നിന്ന് വരുന്ന യു വി റേസ് പെർട്ടിക്കുലർ ടൈം പീരീഡിൽ യു വി ഇൻഡെക്സ് 3 എബോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പണ്ടൊന്നും അധികം സ്കിൻ ക്യാൻസേഴ്സ് ഇല്ല, പക്ഷെ ഇപ്പോൾ യു വി ഇൻഡെക്സ് ഒരുപാട് അധികം നിൽക്കുന്ന സ്ഥലങ്ങളിൽ സ്കിൻ ക്യാൻസേഴ്സ് കാണുന്നത്. നമുക്കൊന്നും അധികം കാണാത്തതെന്ന് വെച്ചാൽ നമുക്കൊരു യു വി ഇൻഡെക്സ് 5 വരെയൊക്കെയുള്ളൂ, അതിനൊക്കെ മോഡറേറ്റ് ലെവലിലേ ഉള്ളൂ. അതിനൊക്കെ എബോ പോകുമ്പോഴത്തേക്കാണ് ഈ സ്കിൻ ക്യാൻസർ എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ടൊക്കെ പോകുന്നത്. റീഅപ്ലിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ കൺവെൻഷണൽ ക്രീം തന്നെ റീഅപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൺസ്ക്രീൻ സ്റ്റിക്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഡോട്ട് ആൻഡ് നിങ്ങൾക്ക് ഓയിലി സ്കിന്നൊക്കെയാണ് നിങ്ങൾക്ക് ഡോട്ട് ആൻഡ് കീയുടെ യൂസ് ചെയ്യാം. ബ്യൂട്ടി ഓഫ് ജോസിന്റെ സൺസ്ക്രീൻ അത്യാവശ്യം ഓയിലി സ്കിൻകാർക്ക് പറ്റിയതാണ്. അതല്ല, എക്സ്പെൻസീവ് ആണ്, പക്ഷെ ഓയിലി സ്കിൻകാർക്ക് പറ്റിയതാണ്. ഡോട്ട് ആൻഡ് കീ എക്സ്പെൻസീവ് അല്ല, പക്ഷെ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് കളർ പിഗ്മെന്റേഷൻ ഉള്ളതാണ് എന്നേ ഉള്ളൂ, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അടുത്തത് പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റീഅപ്ലിക്കേഷൻ മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ പൗഡർ സൺസ്ക്രീൻ. ഡെർമോക്കോലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. സൺസ്ക്രീൻ സ്പ്രേകൾ അവൈലബിൾ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ധൃതത്തിലുണ്ട് സൺസ്ക്രീൻ സ്പ്രേ, അതുപോലെ സൺസ്കൂപ്പിലുണ്ട് സൺസ്ക്രീൻ സ്പ്രേസ്, അത് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഗാർണിയർ ഇപ്പോൾ ഒരു സൺസ്ക്രീൻ സ്പ്രേ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സ്റ്റിക് സൺസ്ക്രീൻ ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ ധൃതത്തിന്റെയും മിനിമലിസ്റ്റിന്റെ സൺസ്ക്രീൻസും ഓയിൽ സ്കിൻ ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ഡ്രൈ സ്കിൻകാർക്കാണ് കേട്ടോ. അപ്പൊ അത്രയായി നമ്മൾ റീഅപ്ലിക്കേഷന്റെ കാര്യം. പിന്നെ വേറൊരു രീതിയിൽ നമുക്ക് റീഅപ്ലൈ ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ നോർമൽ സൺസ്ക്രീൻ ഇടുക, എന്നിട്ട് ടിൻറ്റഡ് സൺസ്ക്രീൻസ് വാങ്ങിക്കാൻ കിട്ടും. ഡോട്ട് ആൻഡ് കീയിൽ പല പല കളർ വേരിയേഷൻ അവൈലബിൾ ആണ്. പിന്നെ മയോഡെർമയിൽ ഉണ്ട് ടിൻറ്റഡ് സൺസ്ക്രീൻ, ഡീകൺസ്ട്രക്റ്റിൽ ഉണ്ട്, ഡെർമക്കോയിൽ ഉണ്ട്. ഇത് ഇവിടെയൊക്കെ നമുക്ക് ടിൻറ്റഡ് സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഒരു BB ക്രീമോ CC ക്രീമിനോ പകരമായിട്ട് ഈ ഒരു സൺസ്ക്രീൻ ഇട്ടാൽ ആ ഒരു ഗ്ലോയിങ് കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു ഡബിൾ പ്രൊട്ടക്ഷനും സണ്ണിൽ നിന്ന് കിട്ടും. അപ്പൊ ലെയറിംഗ് ഓഫ് സൺസ്ക്രീനും അവിടെ കഴിഞ്ഞു. പിന്നെ സൺസ്ക്രീനിന്റെ വീഡിയോസിൽ പറയുമ്പോൾ വരുന്നൊരു ഒരു ക്വയറിയാണ്, ഞാൻ സൺസ്ക്രീൻ പീൽ ആവുന്നു. അത് നിങ്ങൾ ഒന്നിലും പ്രോപ്പറായിട്ട് എക്സ്പോളേഷൻ നടത്താത്തതുകൊണ്ട് ഒരുപാട് ടൂ മച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയിസ്ചറൈസ്ഡ് സൺസ്ക്രീനേക്കാൾ തിക്കാകുമ്പോൾ നമ്മുടെ സൺസ്ക്രീൻ സ്കിന്നിലോട്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ കാരണമായിരിക്കും നിങ്ങളുടെ സൺസ്ക്രീൻ പീൽ ആവുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ സൺസ്ക്രീൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ നമുക്ക് റെക്കമെൻഡേഷൻസിന് മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഓരോ പ്രശ്നങ്ങളിലും കമ്പയർ ചെയ്ത് എടുത്ത് പറക്കി നമുക്കൊരു വീഡിയോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയാനും മറക്കണ്ട. ഇനി എന്നോട് ചോദിക്കുന്നതിനുള്ള ഒരു ചോദ്യമാണ്, ചേച്ചി കറന്റ് ഏതൊക്കെ സൺസ്ക്രീൻസ് ആണ് യൂസ് ചെയ്യുന്നത്? ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. പ്രസന്റ്ലി ഇതാണ് എന്റെ സൺസ്ക്രീൻ ഫുൾ ഞാൻ യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബോഡി സൺസ്ക്രീൻ ആണ് ഇത്, വിഷ് കെയറിൻ്റെത്. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഇപ്രാവശ്യം മാറ്റിയിട്ടാണ് സൺസ്കൂപ്പ് യൂസ് ചെയ്തത്. ഇത് ഫേസ് ബോഡി സൺസ്ക്രീൻ ആണ്, പക്ഷെ ഞാൻ ബോഡി ആയിട്ട് എടുക്കും. എനിക്ക് സ്പ്രേ സൺസ്ക്രീൻസ് ഫേസിൽ യൂസ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ഇത് കുറച്ച് ഈസി ആപ്ലിക്കേഷന് വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചത്. കാരണം വിഷ് കെയറുകാർ പ്ലീസ് വിഷ് കെയർ സ്പ്രേ ബോട്ടിൽ ഇറക്കും. ഇത് സ്പ്രേ ബോട്ടിലല്ല, അപ്പൊ നമുക്ക് പുറത്ത് പോകുമ്പോഴൊന്നും ഇത് കൺവീനിയന്റ് ആയിട്ട്. കാരണം രാവിലെ ഇപ്പൊ പോകുമ്പോൾ നമുക്ക് സൺസ്ക്രീൻ ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാതെയാണ് പോകണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്യണമെന്ന് തോന്നിയാൽ ഇതാണ് കുറച്ചുകൂടി ലിക്വിഡി ഫോം ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്പ്രേ സൺസ്ക്രീൻസ് ആണ് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷെ ഇത് ഇഷ്ടമായതോ ഈ ഒരു ബോട്ടിൽ ലൈക്ക് വിഷ് കെയറിന്റെ സൺസ്ക്രീൻ പൊളിയാണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതിന് മാറാതിരിക്കരുത്. സ്പ്രേ വാങ്ങിയാൽ അവിടെ വെക്കും, പിന്നെ റീ ആപ്ലിക്കേഷൻസിന് മാത്രമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ബട്ട് ഫൈനലി ഞാനൊരു സ്ഥിരം സ്പ്രേ സൺസ്ക്രീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ബോഡി സൺസ്ക്രീൻ ആണ്. അടുത്ത എന്റെ ഫേസിലോട്ട് വരികയാണെങ്കിൽ ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ്. വിഷ് കെയറിന്റെ നയാസിനമൈഡ് സൺസ്ക്രീൻ ഓയിലി ബാലൻസ് ഫ്ലൂയിഡ് സൺസ്ക്രീൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്കിപ്പോ കേൾക്കത്തില്ല, അത്രയും ലിക്വിഡി ഫോമിലുള്ള സാധനമാണ്. നമുക്ക് 2 ഫിംഗറിൽ എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല, നമ്മൾ പാമിൽ എടുക്കേണ്ടി വരും. 2 ഫിംഗർ 3 ഫിംഗർ അത്രയാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മൾ ഫേസിൽ ഇട്ടിട്ടുണ്ടെന്ന് പോലും നമുക്ക് അറിയാത്തൊരു സൺസ്ക്രീൻ ആണ് ഇത്. നിയാസിനമൈഡ് വിഷ് കെയറിന്റെ നിയാസിനമൈഡ് സൺസ്ക്രീൻ ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് സൺസ്ക്രീൻ ആണ് പ്രസന്റ്ലി കറന്റ് മാർക്കറ്റിൽ ഉള്ളത്. നിങ്ങൾ ആ സൺസ്ക്രീൻ എന്തൊക്കെ തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഒരു സൊല്യൂഷൻ ആണ് ഈ ഒരു സൺസ്ക്രീൻ. സോ യാ, ഇത് ആ ഒരു സൺസ്ക്രീൻ ആണ് ഫേസിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതാണ് എന്റെ ഫേസിൽ യൂസ് ചെയ്യുന്ന വേറൊരു സൺസ്ക്രീൻ. ഇതിൽ എന്താ പറയുന്നത്, ഇത് കുറച്ച് റേറ്റിലുള്ള സൺസ്ക്രീൻ ആണ്. 1000 സംതിങ് റേറ്റ് ഉണ്ട് ഇതിന്. പക്ഷെ ഇതിന്റെ മേക്കപ്പിന് പകരം ഞാനിപ്പോ വീഡിയോ എടുക്കാത്ത ദിവസങ്ങളിൽ പുറത്ത് പോകുമ്പോൾ ബേസിക്കലി വീഡിയോ എടുക്കുമ്പോഴേക്കും നമ്മൾ ഫേസിൽ എന്തെങ്കിലും ഇടും, അല്ലാണ്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ ഫേസിൽ അങ്ങനെ ഒന്നും ഇടാറില്ല. ആ സമയത്ത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ആണ്. അപ്പൊ എന്റെ ഒരു ടിൻറ്റഡ് സൺസ്ക്രീൻ ഇതാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഡീകൺസ്ട്രക്റ്റഡ് ടിൻറ്റഡ് സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്യായിരുന്നു. അതിനേക്കാളും കുറച്ചും കൂടെ എനിക്ക് തോന്നിയത് ഇതാണ്, ബയോഡെർമയുടെ ഈ ഒരു സൺസ്ക്രീൻ ആണ്. റേറ്റ് ഉണ്ട്, ബട്ട് സ്റ്റിൽ ഞാൻ പുറത്തൊക്കെ പോകുമ്പോഴും ചില ദിവസങ്ങളിൽ മേക്കപ്പ് ഇടുമ്പോഴും മേക്കപ്പ് വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ഈ ഒരു സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യാറ്. സോ ഇതാണ് എന്റെ 2 ഫേസ് സൺസ്ക്രീൻ. ഈ ഫേസിലെ റീആപ്ലിക്കേഷന് വേണ്ടി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു സൺസ്ക്രീൻ സ്റ്റിക്ക് ആണ്. ഇത് തീരെ ഒന്നും യൂസ് ചെയ്യാറില്ല, പുറത്ത് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷെ ഇപ്പൊ ഇത് എന്റെ കയ്യിൽ നിന്ന് വീണിട്ട് ഇത് ബ്രോക്ക് ആയിപ്പോയി. ബട്ട് സ്റ്റിൽ
റീഅപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് സൺസ്ക്രീൻ ആണ്. പക്ഷേ ഇത് പ്രൈമറി സൺസ്ക്രീൻ ആയിട്ട് ഒരിക്കലും നമ്മൾ സ്റ്റിക്ക് സൺസ്ക്രീൻ പ്രിഫർ ചെയ്യാനായിട്ട് പാടില്ല. സോ ഇതാണ് എൻ്റെ പ്രസന്റ് സൺസ്ക്രീൻ കളക്ഷൻ. ഇത് ഞാൻ ഇപ്പൊ പ്രസന്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ അത് വിഷ് കെയർ ലൈക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയി. സോ അത് മാറിയിട്ട് ഇപ്പൊ സൺസ്ക്രീൻ മാത്രമാവും 2 ദിവസത്തിനുള്ളിൽ. ബാക്കിയൊക്കെ ഞാൻ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീനുകളാണ്. സോ ഇതായിരുന്നു എൻ്റെ സൺസ്ക്രീൻ വീഡിയോ. നമ്മൾ ഒരുപാട് സൺസ്ക്രീൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട്. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ വെച്ചിട്ട് തന്നെ. ഇനിയും എന്തെങ്കിലും സൺസ്ക്രീൻ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്യാൻ പറയാൻ മറക്കണ്ട, ഡ്രോപ്പ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ച് സെപ്പറേറ്റ് സൺസ്ക്രീൻസിന്റെ റെക്കമെൻഡേഷൻസ് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ടില്ല തേഴ്സ്ഡേയും സൺഡേസിലും ട്യൂസ്ഡേസിലും ഞാൻ വരാറുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. ജിൽഡേറ്റ്സ് ലക്ഷ്മി സൈനിങ്.